ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 കെമിസ്ട്രിയിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. +2 കെമിസ്ട്രിയിൽ തന്നെ വെയിറ്റേജ് വളരെ കൂടുതലായിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ നെയിം റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 8 നെയിം റിയാക്ഷൻസ് ഉണ്ട്. ഈ നെയിം റിയാക്ഷൻസ് മാത്രം പഠിച്ചാൽ മതിയോ സാർ എന്നൊരു കമന്റ് ബോക്സിൽ നിന്നും നിരോധിച്ചിരിക്കുന്നു. ഓക്കെ, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, പക്ഷേ നിങ്ങൾ ഉറപ്പായും ഈ റിയാക്ഷൻസ് പഠിച്ചിരിക്കണം. ഇതിൽ നിന്നും ഉറപ്പായും ചോദ്യങ്ങൾ വരുന്നതാണ്. അത് ഏതൊക്കെയാണ് നെയിം റിയാക്ഷൻസ് ഒന്ന് വേഗം ഒന്ന് നോക്കി പോകാം. ഓക്കെ, ഒന്നാമത് റോസൻമൺ റിഡക്ഷൻ ആണ്. റോസൻമൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അസൈൽ ക്ലോറൈഡുകളെ അഥവാ ആസിഡ് ക്ലോറൈഡുകളെ എന്താക്കി മാറ്റാനുള്ളതാണ്. ഈ ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുന്ന COCl എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ CHO ആൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ളതാണ്. അങ്ങനെ അതിനു വേണ്ടിയുള്ള റിഡക്ഷൻ ആണെന്ത് റോസൻമൺ റിഡക്ഷൻ. ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് സിംപ്ലി റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത് എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജൻ എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചേർക്കുന്നുണ്ട്? കാറ്റലിസ്റ്റ് ചേർക്കുന്നത്. നിക്കൽ പലേഡിയം പ്ലാറ്റിനം ആണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കുന്നു? പലേഡിയം എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ചേർക്കുന്നു. അതിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്നത് BaSO4 കൂടെ ചേർക്കേണ്ടതുണ്ട്. BaSO4ന്റെ പ്രസൻസിലാണ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആസിഡ് ക്ലോറൈഡുകളെല്ലാം എന്തായിട്ട് മാറും? റിഡക്ഷൻ നടന്ന് CHO ആയിട്ട് മാറുന്നു. ഇവിടെയുള്ള ക്ലോറിൻ പോയിട്ട് ഇവിടെ ഹൈഡ്രജൻ വരും. സിമ്പിളി റെഡി. അങ്ങനെ CHO ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ റിഡക്ഷന് വേണ്ടി ഹൈഡ്രജൻ, കാറ്റലൈറ്റിക് ഹൈഡ്രജൻ ആണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതിനോടൊപ്പം BaSO4 കൂടി ചേർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ COCl എന്ന് പറയുന്ന ഗ്രൂപ്പ് CHO ആയിട്ട് റിഡക്ഷൻ നടന്ന് CHO ആയിട്ട് മാറുന്നു. ഈ CHO എന്ന് പറഞ്ഞ് വീണ്ടും റിഡക്ഷൻ നടന്നുകൊണ്ട് ആൽക്കഹോളുകളായി മാറാതിരിക്കാൻ, ഓവറായിട്ട് അങ്ങോട്ട് റിഡക്ഷൻ നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ റിഡക്ഷൻ പ്രോസസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ചേർക്കുന്ന പോയിസൺസ്, കാറ്റലിറ്റിക് പോയിസൺ ആണെന്ത് BaSO4 എന്ന് പറയുന്നത്. ഓക്കെ, BaSO4 ചേർത്തില്ല എങ്കിൽ ഇവനും കൂടെ റിഡക്ഷൻ നടന്ന് എന്തായിട്ട് മാറും? ആൽക്കഹോൾ ആയിട്ട് മാറും. CH2OH ആയിട്ട് മാറും. റെഡി. അങ്ങനെ നടക്കാതിരിക്കാനാണ് ഇവനെ ചേർക്കുന്നത്. അപ്പോൾ റോസൻമൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡുകളെ അഥവാ അസൈൽ ക്ലോറൈഡുകളെ ഈ COCl എന്ന് പറയുന്നതിനെ എന്താക്കി മാറ്റുന്നു? CHO ആക്കി മാറ്റാനുള്ളതാണ്. H2 ചേർക്കണം, പലേഡിയം വേണം, BaSO4 വേണം. റെഡി. ഇനി അടുത്ത നെയിം റിയാക്ഷൻ ആണ് സ്റ്റീഫൻ റിയാക്ഷൻ. ഈ പണി സ്റ്റീഫനും ചെയ്യില്ല, നീയും ചെയ്യില്ല. അതെന്താ നമുക്ക് നോക്കാം. നൈട്രൈൽസ് എന്ന് പറഞ്ഞാൽ CN ആണ്. നൈട്രൽ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൽ എന്ത് വരണം? CN വരണം. CN എന്ന് പറഞ്ഞാൽ C∼ N ആണ്. സൈനൈഡ് ആണ് ആക്ച്വലി. ഇപ്പൊ KCN എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സൈനൈഡ് ആണ്. റെഡി. അപ്പൊ RCN എന്ന് പറഞ്ഞാൽ നൈട്രൈൽസ് ആണ്. വെൻ റിഡ്യൂസ്ഡ് വിത്ത് സ്റ്റാനസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SnCl2 ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഗീവ്സ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. RCN എന്ന് പറയുന്നതിലോട്ട് നമ്മൾ എന്ത് ചേർക്കുക? സ്റ്റാനസ് ക്ലോറൈഡ് ചേർക്കുക HClന്റെ പ്രസൻസിൽ. അതിനെ ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ആൽഡിഹൈഡ് കിട്ടാനുള്ള. അപ്പോൾ RCN എന്ന് പറയുന്നതിനെ CHO ആക്കി മാറ്റാനുള്ളതാണെന്ത്? ഈ സ്റ്റീഫൻ റിയാക്ഷൻ. നമുക്ക് നോക്കാം. RC∼N എന്ന് പറയുന്ന ഇതിനെ എങ്ങനെയാണ്? RC∼N എന്ന് പറയുന്നതിലോട്ട് എന്ത് ചേർക്കുന്നു? സ്റ്റാനസ് ക്ലോറൈഡ് SnCl2 HCl ചേർക്കുന്നു. റെഡി. SnCl2 ആണ് സ്റ്റാനസ് ക്ലോറൈഡ് എന്ന് പറയുന്നത്. HCl കൂടെ ചേർക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും കാർബണിന്റെയും നൈട്രജന്റെയും ഇടയിലേക്ക് എന്ത് വരും? രണ്ട് ഭാഗത്തും എന്ത് വരും? ഹൈഡ്രജൻ വരും. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അതായത് സിയുടെ കൂടെ H വരുന്നു, ട്രിപ്പിൾ ബോണ്ട് ആകുന്നു, Nന്റെ കൂടെ H വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യാൻ പറഞ്ഞു? ഹൈഡ്രോളിസ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആസിഡ് ഹൈഡ്രോളിസ് നമ്മൾ നടത്തുകയാണ്. H3O+. ദെൻ അപ്പോൾ ഇതെന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തായിട്ട് മാറും? RCHO ആയിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് നമ്മൾ കെയർ ചെയ്യുന്നില്ല. RCHO. അപ്പോൾ എന്താ ചെയ്യണത്? സ്റ്റാനസ് ക്ലോറൈഡ്, HClന്റെ പ്രസൻസ് സ്റ്റാനസ് ക്ലോറൈഡ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് ഹൈഡ്രോളിസ് നടത്തുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൈനൈഡ് ആണ്. CN ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്നത് സൈനൈഡുകളാണ്. ഇവിടെ നൈട്രൽ എന്നാണ് പറയുന്നത്, പക്ഷേ സൈനൈഡ് ആണിത്. വിഷമാണ്. അപ്പോൾ വിഷപദാർത്ഥത്തെ, അതായത് മയക്കുമരുന്ന് പോലെയുള്ള, അല്ലെങ്കിൽ ഇത് മയക്കുമരുന്നല്ല ആക്ച്വലി, ഇത് വിഷമാണ്, ആക്ച്വലി പോയിസൺ ആണ്. ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയും സ്റ്റീഫനും ചെയ്യില്ല, നീയും ചെയ്യില്ല എന്ന് പറയുന്ന ഈ ഡയലോഗ് നിങ്ങൾ ഓർത്താൽ മതി. സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഓർക്കുക, ഡയലോഗ് ഓർക്കുക. സൈനൈഡ് വെച്ചുകൊണ്ടുള്ള കളിയാണ്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പോൾ RCN എന്ന് പറഞ്ഞ സൈനൈഡിനെ ആൽഡിഹൈഡാക്കി മാറ്റാനുള്ള റിയാക്ഷൻ ആണ് എന്ന് ഓർത്തു വെക്കുക. കഴിഞ്ഞു. അതാണ് സ്റ്റാനസ് ക്ലോറൈഡ് എന്ന് പറയുന്ന HCl എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു അതൊക്കെ തനിയെ ഓർമ്മ വന്നോളും. റെഡി. സെറ്റാണ്. സ്റ്റീഫൻ റിയാക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനടുത്ത് HR റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മീഥൈൽ ബെൻസീൻ എന്താക്കി മാറ്റാനുള്ളതാണ്? CHO. അതായത് ബെൻസീൻ റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ ബെൻസീൻ റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ആയിരിക്കുന്ന കാർബണിനെ എന്താക്കി മാറ്റും? CHO ആക്കി മാറ്റും. റെഡി. ഇങ്ങനെയുള്ള ഈ CH3 എന്താക്കി മാറ്റാനുള്ളതാണ്? CHO ആക്കി മാറ്റുകയാണ്. അവിടെ നമ്മൾ ചേർക്കുന്നത് HR റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ EC. എന്താണ് EC? E എന്ന് പറഞ്ഞാൽ HR, C എന്ന് പറഞ്ഞാൽ ക്രോമൈൽ ക്ലോറൈഡ്. C എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോമൈൽ ക്ലോറൈഡ്. HR റിയാക്ഷൻ ഈസി ആണ്. അല്ലെങ്കിൽ HRൽ E എടുക്കുക, EC എന്ന് ഓർത്ത് വെക്കുക. EC HR റിയാക്ഷൻ C ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
CrO2Cl2 ആണ്. ക്രോമൈൽ ക്ലോറൈഡ് CH2ന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ CH3 ഉണ്ടല്ലോ. ഈ CH3 എന്ന് പറയുന്നതിൽ രണ്ട് ഹൈഡ്രജനെ പോയിട്ട് ഈ CH3 എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതിൽ ഒരു ഹൈഡ്രജൻ മാത്രം ഇവിടെ നിൽക്കും. ബാക്കിയുള്ള രണ്ട് ഹൈഡ്രജനും പോയിട്ട് ഈ ക്രോമൈൽ ക്ലോറൈഡിന്റെ ഭാഗങ്ങളാണ് ഇവിടെ വരിക. പോയിട്ട് എന്നല്ല, ഒരു കോംപ്ലക്സ് ആണ് ഉണ്ടാവുക. നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ C ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു H ഉണ്ട്. റെഡി. അതിനപ്പുറത്തും ഇപ്പുറത്തും എന്തുകൂടെ ഉണ്ടായിരിക്കും? രണ്ട് ഹൈഡ്രജനുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിനോടൊപ്പം വരുന്ന ആളുകൾ ആരൊക്കെ നോക്കിക്കോളൂ. ഈ CHന്റെ കൂടെ OCrOHCl3 എന്താണ്? HCl2 OCrOHCl2 അങ്ങനത്തെ രണ്ടാളുകൾ. റെഡി. ഇതിനാണ് ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. OCrO എന്ന് പറയുമ്പോൾ OH Cl2 ആണ്. Cl2 ആണ്, Cl3 അല്ല. റെഡി. ഇതാണ് ക്രോമൈൽ ക്ലോറൈഡ് എന്ന് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സിൽ ഈ ഭാഗത്ത് പോകുന്നു, അവിടെ ഓക്സിജൻ വരുന്നു, അതാണ് അടുത്തത് ഹൈഡ്രോളിസ് നടത്തുക. അപ്പോൾ എന്താണ്? എറ്റാഡ് റിയാക്ഷൻ ഈസി ആണ്. E എന്ന് പറഞ്ഞാൽ എറ്റാഡും C എന്ന് പറഞ്ഞാൽ ക്രോമൈൽ ക്ലോറൈഡും CH2ന്റെ പ്രസൻസ് ചേർക്കുക. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, അതിന് ഹൈഡ്രോളിസ് നടത്തുക. ആ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? CH ഉണ്ടായിരിക്കും. രണ്ട് ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ എന്ത് വരും? OCrOHCl2 ആണ് വരിക. റെഡിയാണ്? അത് ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരിക്കലും മറക്കരുത് നിങ്ങൾ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ പേരിൽ തന്നെ മുഴുവനുമുണ്ട്. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ പഠിക്കുന്നത് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്, ഓർമ്മ വേണം. അതിനോടൊപ്പം തന്നെ ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാനുള്ളതാണ്. ബെൻസീനെ ബെൻസാൾഡിഹൈഡ്. ഇതൊന്നും ഓർമ്മ വന്നില്ലെങ്കിൽ സീനില്ല. ഗെറ്റർമാൻ കോച്ച് എന്ന് കണ്ടോ? ഓക്കെ, കോച്ചിൽ കണ്ടോ? ഗെറ്റർമാൻ റിയാക്ഷൻ നമ്മൾ ഹാലോ ആൽക്കിൻ ഹാലോ ഓറഞ്ചിൽ പഠിച്ചിട്ടുണ്ട്. സാൻ മേയർ റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും അല്ലേ? സാൻ മേയർ റിയാക്ഷൻ, ഗെറ്റർമാൻ റിയാക്ഷൻ. അവിടെ എന്താണ് എന്തിനാക്കി മാറ്റാം? ഡയസോണിയം സാൾട്ടിനെ ക്ലോറോബെൻസിനോ ബ്രോമോബെൻസിനോ ആക്കി മാറ്റാനാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഇവിടെ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റർമാൻ റിയാക്ഷൻ ഓക്കെയാണ് സാർ. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ എന്താണ്? ഗെറ്റർമാൻ കോച്ച് എന്ന് പറയുന്നത് കോച്ച് നോക്ക്, കോച്ചിൽ C ഉണ്ട്, H ഉണ്ട്, O ഉണ്ട്. CHOനെ ഉണ്ടാക്കാനുള്ളതാണ്. ഏതിൽ? ബെൻസീൻ റിങ്ങിൽ CHO. ചുമ്മാ നിൽക്കുന്ന ബെൻസീനിൽ CHO കൊണ്ട് വെക്കാനുള്ളതാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ചുമ്മാ നിൽക്കുന്ന ബെൻസീനിൽ CHO കൊണ്ട് വെക്കാനുള്ളതാണ് കോച്ച് റിയാക്ഷൻ. കോച്ച് റിയാക്ഷനിൽ നമ്മൾ ചേർക്കേണ്ട റിയേജന്റുകൾ ഏതാണ്? റിയേജന്റുകളും ആ പേരിൽ തന്നെയുണ്ട്. ഗെറ്റർമാൻ കോച്ച് ആണെങ്കിൽ COHCl COHCl കോച്ച് CL. ഗെറ്റർമാൻ കോച്ച് എന്ന് പറയുമ്പോൾ കോച്ച് എന്ന് പറയുന്നത് CHO ഉണ്ട്. അപ്പോൾ CHO ഉണ്ടാക്കാനുള്ളതാണ്. ബെൻസിൻ റിങ്ങിൽ CHO ഉണ്ടാക്കാനുള്ളതാണ് കോച്ച് പറയുന്നത് കോച്ച് CL COHCl. ഓക്കെ. അതിനോടൊപ്പം അൺഹൈഡ്രസ് AlCl3 വേണേ. അൺഹൈഡ്രസ് AlCl3 പിന്നെ CuCl. കോപ്പർ ക്ലോറൈഡും കൂടെ വേണം. റെഡി. കോപ്പർ ക്ലോറൈഡും കൂടെ ചേർക്കണം. ഇതും പഠിച്ചേ. ഗെറ്റർമാൻ കോച്ച് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ ആ കാര്യം നിങ്ങൾ പഠിച്ചേ. ഇനി അടുത്തത് ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ്-ക്രിസ്റ്റൺ റിഡക്ഷനും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ്-ക്രിസ്റ്റൺ റിഡക്ഷൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. വോൾഫ്-ക്രിസ്റ്റൺ റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ്-ക്രിസ്റ്റൺ റിഡക്ഷനും ഒരേ റിയാക്ഷൻ ആണ്. എടുക്കുന്ന റിയേജന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്? C+O എന്ന് പറയുന്നതിൽ ഇത് കാർബണൈൽ ഗ്രൂപ്പാണ്. C+O എന്ന് പറയുന്ന ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് ആൽക്കഹോളുകളാണ് കിട്ടുക. പക്ഷേ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് CH2 കൂടെ കിട്ടും. അതായത് ഇവിടെയുള്ള ഓക്സിജനെ മാറ്റി അവിടെ എന്ത് ചെയ്യുന്നു? രണ്ട് ഹൈഡ്രജൻ വരുന്നു. അപ്പോൾ റിഡക്ഷൻ നടത്തിയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നതിന് C+Oനെ CHO ആക്കി മാറ്റുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റിഡക്ഷനുകളാണ് എന്ത്? ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ്-ക്രിസ്റ്റൺ റിഡക്ഷനും. ഈ രണ്ടുപേരും ഒരേ ആവശ്യത്തിനുള്ളതാണ്. രണ്ടിലും ഒരേ കൺവേർഷൻ. അപ്പോൾ ഇവരെ പെയറായിട്ട് ഓർത്ത് വെച്ചോളൂ. ഇതുപോലെ പെയറായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നാണ്. ഫിംഗൽസൺ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും പെയറായിട്ട് പഠിച്ചു വെക്കുക. ഹാലൈൻ എക്സ്ചേഞ്ച് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. സാൻ മേയർ റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും ഓർത്ത് വെക്കുക. രണ്ടും ഒരേപോലെയുള്ളതാണ്. അതേപോലെ വരുന്നതാണ് എന്ത്? ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ്-ക്രിസ്റ്റൺ റിഡക്ഷനും ഒരേ കൺവേർഷനാണ്. എടുക്കുന്ന റിയേജന്റിൽ മാത്രമാണ് എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കിനാക്കി കൺവേർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ചേർക്കേണ്ടത് ആരൊക്കെയാണെന്ന് ഓർക്കുക. ക്ലെമൻസൺ റിഡക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ചേർക്കുക സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ്. സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ്. റെഡി. സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HCl. നോക്കിക്കോളൂ. C+O എന്ന് പറയുന്ന ഇവനിലോട്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞാൽ സിൽവർ സിങ്കും. റെഡി. കോൺസെൻട്രേറ്റഡ് HCl ചേർത്താൽ എന്തായിട്ട് മാറും? അത്
ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് CH2 ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിളിന് CH3 CHO എടുക്കുന്നു, CH3 CO CH3 എടുക്കുന്നു, ആൽഡിഹൈഡ് എടുത്തു, കീറ്റോണും എടുത്തു. ഓക്കെ, ഇതിൽ ഞാൻ സിങ്ക് അമാൽഗം ചേർക്കുകയാണ്. ZnHG സിങ്ക് അമാൽഗം ചേർക്കുന്നു, കോൺസെൻട്രേറ്റഡ് HCl ചേർക്കുന്നു. ഇവിടെയും അതേപോലെ തന്നെ സിങ്ക് അമാൽഗം ചേർക്കുന്നു, കോൺസെൻട്രേറ്റഡ് HCl ചേർക്കുന്നു. അപ്പോൾ ഇവിടെ 2 കാർബണുള്ള കാർബണൈൽ ഗ്രൂപ്പാണ്. ഇങ്ങനെ ഓർക്കുക, 2 കാർബണുള്ള കാർബണൈൽ ഗ്രൂപ്പാണ്. ഈ CH3 CHO എന്ന് പറയുന്ന എന്തായിട്ട് മാറും? CH3 എന്ന് പറയുന്ന ആൽക്കൈൻ ആയിട്ട് മാറും. ഇവിടെ 3 കാർബണുള്ള കാർബണൈൽ ഗ്രൂപ്പാണ്, പ്രൊപ്പനോൺ ആണ്. അതും എന്തായിട്ട് മാറും? 3 കാർബണുള്ള ആൽക്കൈൻ ആയിട്ട് മാറും. CH3 CH2 CH3. റെഡി? പ്രൊപ്പനോണിനെ പ്രൊപ്പൈനാക്കി, ആൽഡിഹൈഡിനെ അതായത് 2 കാർബണുള്ള ആൽഡിഹൈഡിനെ 2 കാർബണുള്ള ആൽക്കൈൻ ആക്കി. റെഡി? ഇത്രയാണ് ഇതുള്ളത്. ഇതേപോലെ തന്നെയാണ് അടുത്ത കേസും വരിക. നോക്കിയോളൂ, ഞാൻ ഇതിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതേ റിയാക്ഷൻ പക്ഷെ ഇവിടെ റിയേജന്റ് മാറും. സെൻറ്ററിൽ കൊടുക്കുന്ന റിയേജന്റുകൾ മാറും. ഇവിടെ ഒറ്റ സ്റ്റെപ്പിലല്ല, 2 സ്റ്റെപ്പിലാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രോഡക്റ്റ് കിട്ടുക. ഈ 2 സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. അവിടെ സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl ചേർത്തെങ്കിൽ ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചേർക്കേണ്ടത് ഹൈഡ്രോസീൻ ആണ്. അതായത് NH2 എന്ന് പറയുന്ന ഹൈഡ്രോസീനെ ചേർക്കുക. NH2 എന്ന ഹൈഡ്രോജൻ ചേർക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടതില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ, അതായത് കിട്ടുന്ന പ്രോഡക്റ്റിന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് KOH ചേർക്കുക. ഓക്കെ, റെഡി? ഇവിടെ നമ്മൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഏതിൻ്റെയൊക്കെയാണ്? ഇതാ, ഹീറ്റ് ചെയ്തതിന് ശേഷം ഹീറ്റിംഗ് വിത്ത് സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ ബോയിലിംഗ് സോൾവെന്റ് സച്ച് ആസ് ഈ എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോളിനെ വെച്ചുകൊണ്ട് KOH വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. എങ്ങനെയാണ്? KOH എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. ഓക്കെ, ഹീറ്റ് ചെയ്യുക. റെഡി? എല്ലാത്തിലും അതേ രീതി. അപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ ഹൈഡ്രോസീൻ ചേർക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? KOH എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ KOH ട്രീറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളെല്ലാം ആൽക്കൈൻ ഗ്രൂപ്പുകളായിട്ട് മാറും. അപ്പോൾ വോൾഫ്-ഫിസ്റ്റൺ റിഡക്ഷനും ക്ലെമൻസൺ റിഡക്ഷനും ഒരേ കൺവേർഷനാണ്. റിയേജന്റുകൾ മാത്രമാണ് മാറുന്നത്. സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl ചേർത്താൽ അത് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഹൈഡ്രോസീൻ ചേർത്തതിന് ശേഷം KOH എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന അതിന് നമ്മൾ എന്ന് പറയുക വോൾഫ്-ഫിസ്റ്റൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. അത് കാനിസാറോ റിയാക്ഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് കാനിസാറോ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട റിയാക്ഷനുകളാണ് അൾഡോൾ കണ്ടൻസേഷനും ക്രോസ് അൾഡോൾ കണ്ടൻസേഷനും. ആൽഡിഹൈഡിലോ കീറ്റോണുകളിലോ ആൽഫ ഹൈഡ്രജനുകൾ ഉണ്ടെങ്കിൽ അതിലാണ് നമ്മൾക്ക് അൾഡോൾ കണ്ടൻസേഷനും ക്രോസ് അൾഡോൾ കണ്ടൻസേഷനും നടക്കുക. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആളുകളിലാണ് എന്ത് നടക്കുന്നത്? കാനിസാറോ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിന് എക്സാമ്പിൾ ആണിത്. നോക്കിയ ഫങ്ഷണൽ ഗ്രൂപ്പാണ് CHO നേരെ കണക്ട് ആയിരുന്ന കാർബൺ ആൽഫ കാർബൺ. ഇവിടെ ആൽഫ കാർബണേ ഇല്ല, അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൽ അൾഡോൾ കണ്ടൻസേഷൻ നടക്കില്ല, മറിച്ച് കാനിസാറോ റിയാക്ഷൻ നടക്കും. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ്. CHO ഡയറക്റ്റായിട്ട് കണ്ടായിരുന്ന കാർബൺ. ഈ കാർബണിൽ മറ്റ് കാർബണുകൾ ഡബിൾ ബോണ്ടൊക്കെ ഉള്ളത് കൊണ്ട് ഈ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിന് മറ്റൊരു എക്സാമ്പിൾ ആണിത്. ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യുകയാണ്? കാനിസാറോ റിയാക്ഷൻ നടത്താൻ പോവുകയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേറ്റഡ് NaOH KOH ആണ്. കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ് എടുക്കുന്നത്. അൾഡോൾ കണ്ടൻസേഷനും ക്രോസ് അൾഡോൾ കണ്ടൻസേഷനും നമ്മൾ ഡൈല്യൂട്ട് ആൽക്കലിയാണ് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആൽക്കലി എടുത്താൽ കോൺസെൻട്രേറ്റഡ് KOHO അല്ലെങ്കിൽ NaOH എടുക്കുന്നു. ഓക്കെ, കോൺസെൻട്രേറ്റഡ് KOH എടുക്കും. ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് KOH നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞാൽ ഈ ആൽഡിഹൈഡിന്, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഈ ആൽഡിഹൈഡിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നു. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡും ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ ആൽക്കഹോളുമാണ് കിട്ടുക. അപ്പോൾ എത്ര കാർബൺ ഉണ്ട് ഇതിൽ? ഒരൊറ്റ കാർബണേ ഉള്ളൂ. ഒരൊറ്റ കാർബണുള്ള ആൽക്കഹോളും ഒരൊറ്റ കാർബണുള്ള കാർബോക്സിലിക് ആസിഡുമാണ് കിട്ടുക. ഇതിന് റിഡക്ഷൻ നടന്നാൽ കിട്ടുന്നത് ആൽക്കഹോളാണ്. ഒരൊറ്റ കാർബണുള്ള ആൽക്കഹോള് അതെന്ന് പറഞ്ഞാൽ CH3OH ആണ്. പ്ലസ് ഇനി ഇവന് ഓക്സിഡേഷൻ നടന്നാൽ ഒരൊറ്റ കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് HCOOH. എന്താണ്? HCOOH. ഇവിടെയുള്ളത് കാർബോക്സിലിക് ആസിഡും ഇവിടെ എടുത്തത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയും ആയതുകൊണ്ട് ആൽക്കലിയും ആസിഡും കൂടെ റിയാക്ട് ചെയ്ത് ഇവിടെയുള്ള Hന് പകരം ആരായിരിക്കും വരുന്നുണ്ടായിരിക്കുക?
കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ HCOOK ആണ് അവിടെ പ്രോഡക്റ്റായിട്ട് കിട്ടുക. ഇതുപോലെ തന്നെ ബെൻസീൻ റിംഗിൽ CHO, ഈ CHO ഗ്രൂപ്പിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, റിഡക്ഷൻ സംഭവിക്കുന്നു. ഇവന് റിഡക്ഷൻ നടന്നാൽ എന്താണ്? ഈ CHO എന്ന് പറഞ്ഞാൽ അവിടെ ആൽക്കഹോളായിട്ട് മാറും. CHO എന്ന് പറഞ്ഞാൽ ആൽക്കഹോളായിട്ട് മാറിയാൽ CH2OH ആണ്, അല്ലാതെ വെറും OH അല്ല. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഈ ഒരു കാർബൺ ഉള്ള ആൽക്കഹോൾ ആണ് കിട്ടുക. ബെൻസീൻ റിംഗിൽ ഒരു കാർബൺ ഉണ്ട് എങ്കിൽ ബെൻസീൻ റിംഗിൽ ഒരു കാർബൺ വരുന്ന ആൽക്കഹോൾ ആണ് കിട്ടുക, തെറ്റിപ്പോകരുത്. അതേപോലെ തന്നെ ബെൻസീൻ റിംഗിൽ ഒരു കാർബൺ വരുന്ന കാർബോക്സിലിക് ആസിഡും അവിടെ എന്താണ് എഴുതുക? CHO എന്ന് പറയുന്നത് COOH ആയിരിക്കും. ഇവിടെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയും കൂടെ ഉള്ളതുകൊണ്ട് COOK ആയിരിക്കും വരുക. ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. ക്യാൻസർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെ റിയാക്ഷനിൽ ക്യാൻസർ റിയാക്ഷൻ നടക്കില്ല എന്നുള്ളത് അറിയണം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിൽ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ചേർത്താൽ അതിന് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡിന്റെ സാൾട്ട് നമുക്ക് അവിടെ കിട്ടും, റിഡക്ഷൻ നടന്നാൽ ആൽക്കഹോളുമാണ് കിട്ടുക. ക്ലിയർ ആണ്. അടുത്ത ലാസ്റ്റ് റിയാക്ഷൻ ഹെൽ-വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ, HVZ റിയാക്ഷൻ. HVZ റിയാക്ഷൻ ഏതിലേക്കാണ് നടക്കാത്തതെന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കണം. ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബോക്സിലിക് ആസിഡുകളിലാണ് ഇത് നടക്കുക. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം കാർബോക്സിലിക് ആസിഡ്, ഒരു കാർബോക്സിലിക് ആസിഡ് അതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. എന്താണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? COOH ആണ്, കാർബോക്സിലിക് ആസിഡ്. നേരെ കണ്ടാവുന്ന കാർബൺ ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിൽ ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ HVZ റിയാക്ഷൻ നടക്കുള്ളൂ. എന്താ സംഭവം എന്നറിയാമോ? ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു കാർബോക്സിലിക് ആസിഡ്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കണക്ട് ചെയ്ത കാർബൺ ആൽഫ കാർബൺ. ഇതാണ് ആൽഫ കാർബൺ എങ്കിൽ ഇതാണെന്ത്? ആൽഫ ഹൈഡ്രജൻ. ഇതിലൂടെ നമ്മൾ ഹാലജൻ ചേർക്കുന്നു റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ, അത്രയേ ഉള്ളൂ. റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഹാലജൻ ചേർത്താൽ ഈ ഹാലജൻ നേരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ആൽഫ കാർബണിലായിരിക്കും. ആൽഫ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആര് വരും? ഹാലജൻ വരും. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് RCH. ഒരു ഹൈഡ്രജൻ പോയി, പകരം ആര് വന്നു? ഒരു ഹാലജൻ വന്നു, COOH ആയി. ഇവിടെയുള്ള ആൽഫ ഹൈഡ്രജൻ ഒന്നിനെ മാറ്റിയിട്ടാണ് ഈ ഹാലജൻ വരുന്നത്. അവിടെ ആൽഫ ഹൈഡ്രജനെ ഇല്ല എങ്കിൽ ഇവിടെ റിയാക്ഷനെ നടക്കില്ല. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ നോക്കിക്കേ. 1 2 3 4 കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. ഇതിലേതാണ് ആൽഫ കാർബൺ? ഇതാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് 2 ആൽഫ ഹൈഡ്രജൻ. ഇതിൽ ഒരു ആൽഫ ഹൈഡ്രജൻ പോയിട്ട് ഒരു Br ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ CH3ക്ക് ഒരു മാറ്റവുമില്ല, രണ്ടാമത്തെ CH2 അങ്ങനെയുണ്ട്, മൂന്നാമത്തെ ആൽഫ കാർബണിലെ ഒരു ഹൈഡ്രജൻ പോകുന്നു, ബാക്കി ഒരു ഹൈഡ്രജൻ, അവസാനം COOH. ഇതിലാണ് ആര് വരുന്നത്? ബ്രോമിൻ വരുന്നത്. ആൽഫയിൽ ഹാലജനുള്ള കാർബോക്സിലിക് ആസിഡ്, ആൽഫ കാർബണിൽ ഹാലജനുള്ള കാർബോക്സിൽ. ഇവനില്ലാന്ന് വിചാരിക്കും, ഇവന്റെ പേരെന്താ? കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇത് ഹാലോ കാർബോക്സിലിക് ആസിഡ് ആണ്. ഏതിലാണ് ഹാലോ? ആൽഫയിലാണ് ഹാലോ. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്. ഈ കോമ്പൗണ്ട് പേര് ആൽഫ ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ് അല്ലെങ്കിൽ 2 ബ്രോമോ ബ്യൂട്ടനോയിക് ആസിഡ്. ഇതാണ് കിട്ടുക. അപ്പോൾ ഇത്രയും നെയിം റിയാക്ഷൻസ് ആണ് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് ഞാൻ പറയുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഈ ക്ലാസിനെ കുറിച്ചുള്ള തീർച്ചയായും കമന്റ് ബോക്സ് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പിന്നെ വർത്തമാനം താങ്ക് യു.